വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 10, 31 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. യഹൂദർ അവനെ എറിയാൻ വീണ്ടും കല്ലെടുത്തു. യേശു അവരോട് ചോദിച്ചു, പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു. ഇവയിൽ ഏത് പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്? യഹൂദർ പറഞ്ഞു, ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ മൂലമല്ല, ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. കാരണം മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ. ദൈവവചനം ആരുടെ അടുത്തേക്ക് വരുന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു. അങ്ങനെയെങ്കിൽ പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച എന്നെ ഞാൻ ദൈവപുത്രനാണ് എന്ന് പറയുന്നത് കൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുവോ? ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. എന്നാൽ ഞാൻ അവ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തികളിൽ വിശ്വസിക്കുവിൻ. അപ്പോൾ പിതാവ് എന്നിലും ഞാൻ പിതാവിലും ആണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യും. വീണ്ടും അവർ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഔചിത്യബോധത്തിൽ വികസ്വരമാകുന്ന വിശുദ്ധി. മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു വന്ന യേശു ആ യാഥാർത്ഥ്യം മനുഷ്യരുമായിട്ട് പങ്കുവച്ചപ്പോ നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യർ, തുറന്ന ഹൃദയമുള്ള മനുഷ്യർ യാഥാർത്ഥ്യബോധത്തോടുകൂടെ അവ ഉൾക്കൊള്ളുവാനും അവയെ അംഗീകരിക്കാനും യേശുവിൽ വിശ്വസിക്കാനും ഇടവന്നത് നാം സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ യേശു പങ്കുവച്ച ഈ യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ശത്രുതയും വൈരാഗ്യവും മനസ്സിൽ ആളിക്കത്തിക്കാൻ ഇടവന്ന ഒരു പറ്റം ജനങ്ങളെയും നാം സുവിശേഷത്തിൽ കാണുന്നു. അവരുടെ പ്രതീതികൾ എന്ന വിധത്തിലുള്ള ഒരു പറ്റം യഹൂദരാണ് യേശുവിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ വേണ്ടി യേശുവിന്റെ ചുറ്റും വന്നു കൂടിയിരിക്കുന്നത്. അവർ അതിനുവേണ്ടി നിരത്തുന്ന ആശയം ദൈവത്തിൽ നിന്ന് വന്ന സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണ് താൻ എന്ന് പറഞ്ഞു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ പേരിൽ ദൈവത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ വ്യക്തിയെ ദൈവദൂഷണ കുറ്റം ചുമത്തിക്കൊണ്ട് കല്ലെറിഞ്ഞു കൊല്ലുവാൻ ധർമ്മരോഷം കാണിക്കുന്ന ജനത, ശരിക്കു പറഞ്ഞാൽ രാജാവിനേക്കാൾ രാജഭക്തി അഭിനയിക്കുന്ന ജനങ്ങളുടെ സ്ഥിതിയിലേക്ക് തങ്ങളെ തന്നെ വെക്കുന്ന ഒരു അവസ്ഥാവിശേഷം. ഈ അവസ്ഥാവിശേഷത്തിലേക്ക് തങ്ങൾ തന്നെ വെക്കപ്പെടാൻ ഇടവന്നത് അവരുടേതായിട്ടുള്ള അന്ധമായ ചിന്തകളും മുൻവിധികളും സ്വാർത്ഥപരമായിട്ടുള്ള വാദഗതികളും നിക്ഷിപ്ത താല്പര്യങ്ങളുമാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. നിക്ഷിപ്ത താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലും യാഥാസ്ഥികമായിട്ടുള്ള ചിന്തയുടെ പശ്ചാത്തലത്തിലും അവരുടെ ഹൃദയം യഥാർത്ഥത്തിൽ മരവിച്ചു പോയ അനുഭവം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ അത് അസത്യമായിട്ടും അസത്യമായിട്ടുള്ള കാര്യങ്ങള് യഥാർത്ഥത്തിൽ സത്യമായിട്ടും അനുഭവപ്പെടുന്ന ഒരു തരം വിഭ്രാന്തി അവരെ ബാധിച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഇങ്ങനെ കല്ലുകളേന്തി നിൽക്കുന്ന ക്ഷുഭിതരായിട്ട് നിൽക്കുന്ന ജനങ്ങളോട് യേശു അവരെ അനുനയിപ്പിക്കാൻ വേണ്ടി കൂടെ യുക്തിഭദ്രമായ രീതിയിൽ യാഥാർത്ഥ്യങ്ങളും വസ്തുതകളും നിരത്തിക്കൊണ്ട് അവരോട് സംസാരിക്കുന്നതായിട്ട് നാം സുവിശേഷത്തിൽ നിന്ന് വായിക്കുന്നു. യേശു എത്ര കണ്ട് യുക്തിഭദ്രമായ രീതിയിൽ വസ്തുതകൾ അവരുടെ മുമ്പിൽ നിരത്തി വെച്ചിട്ടും
അവരുടെ മനസ്സിന് യാതൊരു മാറ്റവും വരുന്നില്ല, അവരുടെ മനോഭാവത്തിൽ യാതൊരു വ്യതിയാനങ്ങളും ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കിയ യേശു ബോധപൂർവം അവരുടെ പിടിയിൽപ്പെടാതെ അവിടെ നിന്ന് അകന്നു പോകാൻ ഇടവരുന്നു. ഇവിടെ ഒരു യാഥാർത്ഥ്യം തന്റെ അനുയായികളായിട്ടുള്ള തന്നിൽ വിശ്വസിക്കുന്ന മക്കൾ ജീവിതത്തിൽ മനസ്സിലാക്കി അനുവർത്തിക്കാൻ ഇടവരണം എന്നുള്ളത് പഠിപ്പിക്കുന്ന മാതിരി തോന്നുന്നു. ആ യാഥാർത്ഥ്യം ഇതാണ്. കാര്യം ശരിയാണ്, താൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടി സഹിക്കാനും അവസാനം തന്റെ ജീവിതം തന്നെ ബലിയർപ്പിക്കാനും വേണ്ടിയാണ് വന്നിരിക്കുന്നതെന്ന് യേശുവിന് നന്നായിട്ട് അറിയാം. അതിനുള്ള സമയം സമാഗതമായിട്ടില്ല എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കല്ലെറിഞ്ഞു കൊല്ലപ്പെടാൻ വേണ്ടി ഇടവരുന്ന ഈ സാഹചര്യത്തിൽ നിന്ന് യേശു തന്ത്രപൂർവ്വം രക്ഷപ്പെടുന്നത്. ഈ രക്ഷപ്പെടുകയിൽ ഒരു തരത്തിലും ഭീരുത്വമല്ല, ഒരു തരത്തിലും ഒരു ഭയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രക്ഷപ്പെടലായിട്ട് നമുക്ക് അനുഭവവേദ്യമാകില്ല. കാരണം യേശു മരിക്കാൻ വേണ്ടി തന്നെ വന്നവനാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ അതിനുള്ള സമയം ഇപ്പോഴും ആഗതമായിട്ടില്ല. ഓരോന്ന് ചെയ്യുമ്പോഴും അതിന് ഉചിതമായ കാര്യങ്ങള് ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ ചെയ്തെങ്കിലേ അതിൽ വിശുദ്ധിയുടേതായിട്ടുള്ള അംശമുണ്ടാകുള്ളൂ എന്നുള്ളതാണ് യേശുവിന്റെ നിലപാട്. അതുകൊണ്ട് സമയം സമാഗതമായിട്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് യേശു അവരുടെ പിടിയിൽപ്പെടാതെ തന്ത്രപൂർവം അവിടെ നിന്ന് പിൻവാങ്ങുന്നത്. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ പഠിച്ചെടുക്കണം. നല്ലത് ചെയ്താൽ പോരാ, നല്ലത് ഉചിതമായ രീതിയിൽ ഉചിതമായ സമയത്ത് ഉചിതമായ വിധത്തിൽ ചെയ്യാൻ ഞാൻ അഭ്യസിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. എങ്കിലേ വിശുദ്ധി അതിൽ വിളയുകയുള്ളൂ. വിശുദ്ധിയുടെ നറുമണം അതിൽ മനുഷ്യർക്ക് അനുഭവവേറ്റാനാകുള്ളൂ. ദൈവം അത് അംഗീകരിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം നാം ജീവിതത്തിൽ ക്രമേണ പഠിച്ചെടുക്കേണ്ടത് ഒന്നാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാണ് ഇന്നത്തെ സുവിശേഷം എന്ന് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല.